അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സഹറത്തുൽ ഖുർആൻ അധ്യാപകരെ, രക്ഷിതാക്കളെ, പിഞ്ചു വിദ്യാർത്ഥിനികളെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന മാസം കൊണ്ട് അനുഗ്രഹമായ ഈ മാസം നമ്മളിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് വളരെ പ്രയാസത്തിലാണ് നമ്മളെ എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി ഒരു വർഷത്തോളമായി നമ്മുടെ നാടുകളിൽ പടർന്നു പിടിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഹബീബ റസൂലുള്ളാഹി ജന്മദിനം ആഘോഷിക്കൽ അതൊരിക്കലും നമുക്ക് നിർത്തിവെക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹബീബ റസൂലുള്ളാഹിൻ്റെ ജന്മദിനം മദ്ഹ് പാടലും മറ്റ് പരിപാടികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മഖ്ദൂമിയ സ്ഥാപനങ്ങളും ഒരുപാട് പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സഹറത്തുൽ ഖുർആനിലെ നമ്മുടെ പിഞ്ചി മക്കളുടെ കലാപരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ മക്കളെ നമ്മളെ ക്ലാസ്സിൽ കൊടുന്ന്, നമ്മളെ സ്ഥാപനത്തിൽ കൊടുന്ന് പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും ഈ കുട്ടികളുടെ പരിപാടികൾക്ക് വേണ്ടി നമ്മൾ അധ്യാപകർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി നമ്മളെ രക്ഷിതാക്കൾ, കുറച്ച് ഉമ്മമാരാണ് ഈ പരിപാടിക്ക് വേണ്ടി നമ്മളെ കുട്ടികളെ തയ്യാറാക്കിയിട്ടുള്ളത്. അള്ളാഹു ഉമ്മമാർക്കും നമ്മളെ രക്ഷിതാക്കളും അധ്യാപകർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ മഹാമാരി, ഈ രോഗം എത്രയും പെട്ട് നമ്മുടെ നാടിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കളഞ്ഞ് പഴയ രൂപത്തിൽ നമ്മളെ വിദ്യാർത്ഥികളെ നമ്മളെ മഖ്ദൂമിയ ക്യാമ്പസിൽ കൊടുന്ന് അധ്യാപകർ മുന്നിൽ കൊടുന്ന് പഠിപ്പിക്കാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി തയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും, നമ്മുടെ അധ്യാപകരെയും രക്ഷിതാക്കളെയും, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെയും ചെറിയ മക്കളെയും എല്ലാവരെയും, ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട കാവുപുര സഹറത്തുൽ ഖുർആൻ വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അധ്യാപകർ, മഖ്ദൂമിയ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, മറ്റ് പ്രവാസത്തുള്ള മഖ്ദൂമിയ ഭാരവാഹികൾ, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, ഇങ്ങനെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ എല്ലാ വർഷവും മഖ്ദൂമിയക്ക് കീഴിൽ നാം വ്യത്യസ്തങ്ങളായ നമ്മുടെ മക്കളുടെ പരിപാടി നടത്തി വരാറുണ്ട്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നാം ഫിസിക്കലായുള്ള പരിപാടികൾ മാറ്റിവെക്കുന്നു എങ്കിലും തിരുനബിയോടുള്ള മഹബത്തും ആ സ്നേഹവും അറിയിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഓൺലൈനിലൂടെ നാം നടത്തി വരികയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് മഖ്ദൂമിയ നമ്മളെ മദ്രസയിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മളെ സഹറയിൽ ഒത്തുകൂടാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പറയുന്ന കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കൾ സ്വലാത്തുകൾ ചൊല്ലി വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് മുത്തുനബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യത്തെ നബിദിന പരിപാടി, നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ, വ്യത്യസ്തങ്ങളായ മദ്ഹ് മഹബത്തിൻ്റെ പരിപാടികൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ ടീച്ചർമാർ, അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും, ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഇങ്ങനെ കുടുംബത്തിലെ പലരും ഈ തവണ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ സന്തോഷം അവർക്ക് കൂടി അറിയിക്കുകയാണ്. കാരണം സാധാരണ അധ്യാപകരാണ്, നമ്മുടെ ടീച്ചർമാരാണ് നമ്മുടെ മക്കളെ ഇത്തരം പരിപാടികളൊക്കെ പഠിപ്പിച്ച് ഉഷാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അതിന് കഴിയാത്തതുകൊണ്ട് എങ്കിലും നമ്മുടെ അധ്യാപകന്മാർ, നമ്മുടെ ടീച്ചർമാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ
അവരുടെ ഗ്രൂപ്പുകളിലൂടെ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് എല്ലാ പ്രചോദനവും നൽകി കുട്ടികൾക്ക് വേണ്ടുപോലുള്ള പ്രചോദനവും ഓരോ ദിവസവും ഓരോ സമയത്തും കുട്ടികളുടെ പ്രോഗ്രസ്സുകൾ അവർ അന്വേഷിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു വരുന്നു. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഒരാളുടെയും ഒരു ടീച്ചറുടെ പേരും എടുത്തു പറയുന്നില്ല. എല്ലാവരെയും അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഇത്തവണ നമ്മുടെ മക്കൾ അവതരിപ്പിക്കുന്ന മദ്ഹ് പരിപാടികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിശിഷ്യ ഉമ്മമാര്, അതേപോലെ ഉപ്പമാര്, സഹോദരിമാര്, ഇത്തമാര്, ഇക്കമാര്, വീട്ടിലെ മറ്റു അംഗങ്ങളൊക്കെ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇൻഷാ അള്ളാഹ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുത്തുനബിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മുത്തുനബിയോടുള്ള മഹബത്ത് നമ്മളെ കൽബിലൊക്കെ അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹിജറ 800 ജീവിച്ച ഇബ്നു ഖാസിം റളിയല്ലാഹു തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. തുസയ്യിനുൽ ഔലാദ ഫീ ദാലിക്കൽ യൗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച ആ ദിവസത്തിൽ അതിനോടുള്ള ആദരവ് കാണിച്ച് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഭംഗി ഉള്ളവരാക്കണം. അതായത് അന്ന് അവരെ കുളിപ്പിക്കണം, നല്ല പെരുന്നാകുളി പോലത്തെ കുളിപ്പിക്കണം. അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം, ഉള്ളതിൽ ഏറ്റവും പുതിയ വസ്ത്രം ധരിപ്പിക്കണം. ഏതെല്ലാം രൂപത്തിൽ നമ്മളെ മക്കളെ ഭംഗിയാക്കാൻ പറ്റും അതൊക്കെ ആക്കണം. അതുപോലെ തന്നെ നമ്മളെ വീടും നമ്മളെ കലാലയങ്ങളും നമ്മളെ മദ്രസയൊക്കെ ഭംഗിയാണ്. അതുപോലെ തന്നെ തുഹിറു സുറൂറ അലാ മുഅല്ലിമിഹിം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സന്തോഷം ഇട്ട് കൊടുക്കണം. അധ്യാപകർക്ക് സന്തോഷങ്ങൾ അറിയിക്കുക, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക, പറയുക. അവർക്ക് ഏതെല്ലാം രൂപത്തിലാണോ അധ്യാപകർക്ക് നമ്മൾ സന്തോഷം നൽകാൻ കഴിയുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്ക് ഉപഹാരങ്ങൾ, ഗിഫ്റ്റുകൾ നൽകുക. നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഗിഫ്റ്റ് നൽകുക, സന്തോഷം നൽകുക. ഇതൊക്കെ വേണമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ അവരെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചതാണ്. അള്ളാഹു മുത്തുനബിനെ സ്നേഹിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Sadaqallahul Azim. Hi, Assalamu alaikum. I am Muhammad Razi. Respected teachers, beloved parents, and my dear friends. Assalamu alaikum. I am Muhammad Razi. Studying UZQ Mahdoumia Garden. I would to talk about it. Believe it. Prophet Muhammad Sallallahu Alaihi Wasallam. Today is Rabiul Awwal 12. Today is Muhammad Rasulullah Sallallahu Alaihi Wasallam birthday. Muhammad Rasulullah Sallallahu
born in Mecca, Arabia. His father name Abdul Muttalib. Abdullah. His mother name Amina Bibi. Fatima Bibi. Servant Muhammad Rasulullah sallallahu alaihi wasallam under the charger Abdul Muttalib. നമ്മുടെ നബിയുടെ കാലത്ത് മക്കയിൽ ഒരു ധീരനായ മനുഷ്യൻ ഉണ്ടായിരുന്നു ട്ടോ. അയാളുടെ ഭാര്യയോട് ഓരോ കാര്യങ്ങളും വീമ്പിളക്കുമായിരുന്നു. നമ്മുടെ മാണിക്കല്ലായ മുത്തുനബിയെ കൊല്ലുന്നതിന് പറ്റായിരുന്നു അയാൾ പറയുന്നത്. ഇയാളുടെ പുളുവാട് സഹിക്കാൻ കഴിയാതായപ്പോൾ ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യൻ, നിർത്തുന്നുണ്ടോ വല്ല വർത്തമാനം? അത്രക്കും മുടുക്കുന്നാണെങ്കിൽ മുഹമ്മദിനെ ഒന്ന് കൊന്നു വന്ന്. ഭാര്യയുടെ വർത്തമാനം കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഒന്നുകൂടി ഉഷാർ കൂടി. അയാൾ നബിതങ്ങളെ കൊല്ലാൻ വാളുമായി പുറപ്പെട്ടു. നബിതങ്ങൾ തന്റെ വീട്ടിൽ നിസ്കാരത്തിൽ ആയിരുന്നു. അപ്പോഴുള്ള കഥാനായകന്റെ കേറി വരവ് ഒന്ന് നോക്കിയതുള്ളൂ. ഓടി വരണേ, രക്ഷിക്കണേ എന്നെല്ലാവരും വിളിച്ചുകൊണ്ട് ഓടുക ഓട്ടം. പിന്നെ വീട്ടിൽ ചെന്ന് ഒറ്റ വിയലായിരുന്നു. വെള്ളം വെള്ളം വെള്ളം. അയാൾക്ക് ഒരു കുടം വെള്ളം ആവശ്യപ്പെട്ടു. ഒരു കുടം വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഭാര്യ ചോദിച്ചു, മുഹമ്മദിനെ കൊന്നോ?
ഞാൻ അതുകൊണ്ട് ജീവനോട് തിരിച്ചു പോന്നു. നീയാണെങ്കിൽ ഇപ്പോഴത്തെ ചത്ത വീടേന്. കാര്യം പറയൂ മനുഷ്യ. ഞാൻ നബി തങ്ങളെ കൊല്ലാൻ വാളുമായി അടുക്കം ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. തങ്ങളുടെ ഇരുവശത്തും ഓരോ സിംഹങ്ങൾ കാവൽ നിൽക്കുന്നു. അവ എന്റെ ശരീരത്തിലേക്ക് തുറിച്ചു നോക്കുന്നു. അവ എന്റെ ശരീരത്തിലേക്ക് ചാടാൻ നിന്നുപോയപ്പോൾ ഞാൻ അവിടെ നിന്നും ഓടിപ്പോയി. സലാമത്താക്കിയത് കേട്ട് പാടെ ഇയാളെ കുറെ കളിയാക്കി. ഇത്രയും പറഞ്ഞ് കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എനിക്കെന്റെ ത്വാഹാന്റെ പൂവദനം കാണണം. എനിക്കെന്റെ നൂറിന്റെ തിരുപ്രകാശം കേൾക്കണം. ഒരു നാൾ മെഹബൂബേ എൻ അണവിൽ അണയണം. സവിധം വന്നു നിന്ന് എൻ ആശ തീർക്കണം. കവിതകൾ ഇശയകൾ പാടിപ്പറന്നു മതം പാട്ടെ. ആദരം നിറയും കൽബുക്കുണരം അസറക്കട്ടെ. ഫിദാഖാബിയും ബി റസൂലല്ലാഹ് ഫിദാഖാവും ബി യാ ഹബീബല്ലാഹ്. എനിക്കെന്റെ ത്വാഹാന്റെ പൂവദനം കാണണം. എനിക്കെന്റെ നൂറിന്റെ തിരുപ്രകാശം ഏൽക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മീലാദി വന്നോരെന്റെ മൗലിദി ചിരുവന്നു. പാരാടെ പുണ്യരബീഹി മർഹബ പാടിടും. മർഹബ പാടിടും. അശ്വതിരാത്തൊരു മുത്തറസൂലുള്ള ജമ്മൻ കൊണ്ടൊരു മാസമിതാശോ ബിയവലിദാ. നീലാതെ വന്നവരെന്റെ മൗലിദിൽ ചിരുവന്നു. പാരാടെ പുണ്യപ്രഭി മർഹബ പാടിടുന്നേ. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق سبع السماوات طباقا ما ترى في خلق الرحمن تفاوت. وارجع البصر ترى من فطور. ثم أرجع البصر كرتين ينقلب إليك بصر خاسعا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلنا رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شيئا وهي تفور. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്കും രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നാം ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എത്തി മക്കളെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ ലാളിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ മുത്ത് നബി.
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയർ നിറക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ മുത്തുനബി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാൻ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഖുന അഹബ്ബ ഇലൈഹി മിൻ വലദി വവാലിദി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളിലും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. മുത്തുനബിനെ അച്ഛൻ സ്നേഹിക്കണം പോരാ, അദ്ദേഹത്തിന്റെ ചര്യനുസരിച്ച് ജീവിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. മുത്തുനബിനെ അച്ഛൻ സ്നേഹിക്കാനും അദ്ദേഹത്തിന്റെ ചര്യനുസരിച്ച് ജീവിക്കാനും മാശറയിൽ വെച്ച് അബ്ദുൽ കൗസർ വാങ്ങി കുടിക്കാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. പാറി പറക്കുന്ന പൂങ്കിളിയെ പാടി തേവും അതിനിശലെ പാവനമാനത്തി നൂറിൻ്റെ നൂറുമിശലുകൾ ചൊന്നാട്ടെ. നീണ്ടമയത്തിൽ നാടാണ്, ഈറനുണങ്ങിയ മണ്ണാണ്, വിജുളിൽ മങ്ങിയ മരുഭൂമി, ഇമാനുറപ്പിച്ച നബിയാണ്. നാടാണ് തിരുനബി, അവിടെ ഉദിപ്പാണ്. ഇലക്കായിലെങ്കി നബി, നല്ലൊരു നാടായി മാറ്റി നബി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദീനൂർ കാണുന്നു. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള
മാഷുകളോട് കരുണ കാണിക്കണം. നിങ്ങളും ഇങ്ങനെ അവൻ കൂട്ടുകാരെ. ഞാൻ കഥ നിർത്തിയു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? നബി സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. നമ്മുടെ സ്വഭാവത്തിന്റെ അവസ്ഥ എന്താ? നമ്മളും സൽസ്വഭാവികളാവണം. അതിന് അറിവ് പഠിക്കണം. സജ്ജനങ്ങളുമായി സഹവസിക്കണം. നല്ലവരുമായി ഇടപഴകണം. നല്ലവരെ മാത്രം അല്ലാഹുവും മുത്തുനബിയും ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ എന്റെ കൂട്ടുകാരോടും എന്നോടും ആദ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാതാപിതാക്കളെ അനുസരിക്കുക, ഉസ്താദുമാരോട് അനുകമ്പ കാണിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക, കൂട്ടുകാരുമായി സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുക, സത്യം മാത്രം പറയുക, എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുക. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കണം. എന്നാൽ നമ്മളും സൽസ്വഭാവികൾ ആവും. അല്ലാഹു നമ്മെ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ദേശങ്ങൾ തേടി അലന്നവറുന്നവർ പുണ്യസഹാർ നേരി തെളിച്ചവരിച്ചൊരിയും സലാമാ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകര പുലിവ്. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരാൻ പുലിവ്. ദേശങ്ങൾ തേടി അലന്നവറുന്നവർ സ്വഹാബ നേരി തെളിച്ചവരിച്ചൊരിയും സലാമാ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തെറ്റിയവർ ഹബീബിന്റെ സത്യമത വാഹകര പുലിവ്. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമത വാഹകര പുലിവ്. ഈന്തപ്പാന അയോലച്ചോട ഹബീബരെ ഓലത്തവരിരുന്നു. ചുടുമണലിൽ വിലവിറ്റു ഹബീബ് സവിതമിനയും മതരുകി തളരേവി ഹബീബ് കവത്തുന്നവരെ. സത്യവിളക്ക് മരത്തണ സുഫയൊരുക്കിയ വെൺമുകില് സല്യുമണ് മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിൽ പുതിയ രാസഹബ്. അത് സാത്വികര് ദേശങ്ങൾ തേടി അലന്നവറുന്നവർ സ്വഹാബ നേരി തെളിച്ചവരിച്ചൊരു സലാമാ. അസ്സലാമു അലൈക്കും. ആഘോഷത്തിലെ ദിനമാണ് ഇന്നൊരു നല്ലൊരു ദിനമാണ്. മുത്തു പിറന്നൊരു ദിനമാണ്. സന്തോഷത്തിലെ ദിനമാണ്. മുത്തു പിറന്നു മക്കയതിൽ അൽ അമീനായി വളർന്നത്. പിന്നെ മദീനയിലായല്ലോ സൻകുണറായി പ്രീർന്നല്ലോ. ആഘോഷ
സന്തോഷത്തിലെ ദിനമാണ്. ഇന്നൊരു നല്ലൊരു ദിനമാണ്. മുത്ത് പിറന്നൊരു ദിനമാണ്. സന്തോഷത്തിലെ ദിനമാണ്. അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ചെറിയ കഥ പറയാം. കഥയുടെ പേര് കാരുണ്യത്തിൻ പ്രവാചകൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിച്ചു ഒരു സ്ത്രീ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഭക്ഷണത്തിൽ വിഷം കലർത്തി. നബി തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി. ഭക്ഷണം നബി വായിട്ട ഉടനെ ഭക്ഷണം നബിയോട് സംസാരിച്ചു. കാര്യം മനസ്സിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോൾ ആരും ആ ഭക്ഷണം കഴിച്ചില്ല. കാരുണ്യത്തിൽ മാപ്പ് കൊടുത്തു. ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാസിബ ഹാഫിളത്തുൻ റാഫിഅ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا. وكنتم أزواجا ثلاثا. فأصحاب الميمنة ما أصحاب الميمنة. وأصحاب المشأمة ما أصحاب المشأمة. والسابقون السابقون. അസ്സലാമലൈക്കും. പ്രിയ കൂട്ടുകാരെ, ഉസ്താദുമാരെ, മിസ്സുമാരെ, കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഞാൻ ഒരു കൊച്ചു കഥ പറഞ്ഞു. നിങ്ങൾക്ക് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. കൊച്ചു കഥ പറയാം. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ നടക്കായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും പെരുന്നാൾ ദിവസത്തിൽ ഡ്രസ് ഇട്ട് നല്ല കുട്ടികളെ കളിച്ച് ഒരു കുട്ടി മാത്രം ഇരുന്ന് കരയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? എനിക്ക് ഉമ്മച്ചും ഉപ്പച്ചും ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. നീ കരയണ്ട, ഞാൻ പുതിയ ഡ്രസ്സും മാറ്റൊക്കെ തരാം, നീ കരയണ്ട. എന്നിട്ട് നബി ആയിഷ ബീവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഡ്രസ്സ് മാറ്റി പുതിയതിട്ട് കുട്ടികൾ സന്തോഷത്തോടെ കളിച്ച്. ഈ കഥയിൽ എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് കുട്ടികളോട് കരുണ കാണിക്കണം. ഉമ്മച്ചിമാരും ഉപ്പച്ചിമാരും പറഞ്ഞത് കേൾക്കണം, അനുസരിക്കണം. അസ്സലാമു അലൈക്കും.
ഉലകിലെ സ്നേഹവാരിതേ ഖുറൈശി സാരതേ ഉലകിലെ സ്നേഹവാരിതേ ആഖിറാനെ ഖാത്തിമാനെ ആദരാമിൽ അലൈക്കും മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബി നബിയേ സലാം അലൈക സലാം അലൈക മനസ്സകം കവർന്നൊരു കനിവിന്റെ പുയൽകൊരു മുഹമ്മദ് റസൂലേ സലാം അലൈക സലാം അലൈക റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ് റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ് മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബി നബിയേ സലാം അലൈക സലാം അലൈക മനസ്സകം കവർന്നൊരു കനിവിന്റെ പുരുൾകൊരു മുഹമ്മദ് റസൂലേ സലാം അലൈക സലാം അലൈക അകലത്തൊയ്ബതിക്കിളന്ന് അണയാൻ കുയിച്ചുരൻ അരികിലെത്തി മുത്തുസലാം മോതിരാനി നെച്ചുന അരികിലെത്തി ആഗ്രഹങ്ങളാ മണ്ണിലെ കൊയ്ക്കിനാൻ ആകരം പിടിച്ചു കൂടി ഹാദിയാനാൻ ആകരം പിടിച്ചു കൂടി ഹാദിമാ ആഗ്രഹങ്ങളാ മണ്ണിലെ കൊയ്ക്കിനാൻ പുതുമദി നബി മദദേ മുത്ത് മുഹമ്മദേ കുരിപതി മദദേ മുത്ത് മുഹമ്മദേ കുരിപതി അണയാനിൽ പാടി തേടിടും പുരേരെ മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബി നബിയേ സലാം അലൈക സലാം അലൈക മനസ്സകം കവർന്നൊരു കനിവിന്റെ പൊരുൾകൊരു മുഹമ്മദ് റസൂലേ സലാം അലൈക സലാം അലൈക മനസ്സകം കവർന്നൊരു കനിവിന്റെ പൊരുൾകൊരു മുഹമ്മദ് റസൂലേ സലാം അലൈക സലാം അലൈക അസ്സലാമു അലൈക്കും. Respected teacher and my dear friends, Assalamu alaikum. Today I am very happy because we are celebrating the birthday of our beloved Prophet Muhammad sallallahu alaihi wasallam. First of all, I thank Allah for giving this
ചെയ്തു. പിന്നെ ആഘോഷിച്ച് കുറെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കുട്ടി കളിയിലൊന്നും ഏർപ്പെടാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നത്? കുട്ടി മറുപടി പറഞ്ഞു, എന്റെ ഉപ്പ അങ്ങയോടൊപ്പം യുദ്ധം ചെയ്തു. പുത്തനുപ്പം മെഴുങ്ങിത്തരാനോ കളിക്കാനോ ഉപ്പ ഇല്ലാതായി പോയി. അതോർത്ത് ഞാൻ കരഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സലിഞ്ഞ് കണ്ണീര് നിറഞ്ഞ് മോനോട് പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പാവാം, ഫാത്തിമയുടെ സഹോദരിയാവാം, ആശന്റെ ഉമ്മയുമാവാം. ഞാൻ നിനക്ക് കുട്ടിക്ക് സന്തോഷമായി വീട്ടിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചു, പുത്തനുടുപ്പ് ധരിപ്പിച്ചു, സദ്യ കഴിപ്പിച്ചു. ഇനി മോനെ പോയി കളിച്ചോ. കുട്ടി കൂട്ടുകാരോടൊപ്പം കളിച്ച് രസിച്ചു. അതിലൊരു കൂട്ടുകാരനെ ചോദിച്ചു, അനക്കെന്താ ഇപ്പോൾ ഒരു മനമാറ്റം? കുട്ടി മറുപടി പറഞ്ഞു, നമുക്ക് നല്ല ഉപ്പയേക്കാൾ നല്ല ഉപ്പയെ കിട്ടിയിരിക്കുന്നു, നല്ല ഉമ്മയേക്കാൾ കിട്ടിയിരിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടപ്പെട്ട? ഇനി നമ്മൾക്കൊരു സ്വലാത്ത് ചൊല്ലി പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. മുത്തിനബിക്ക് മകളെ മുത്തും പവി ഉള്ളവരെ, മുത്തിനബിക്ക് മകളെ മുത്തും പവി ഉള്ളവരെ, ഇവരുത്ത മരാഹി ഉമ്മത്തിൽ മാതൃകയാഹി, ഉമ്മത്തിലാഹി ഉപ്പും പെടുത്ത് ഹബീബിൻ മകളുത്ത്. ഈ ലോകത്തെ തീരത്തമാതിപ്പഴും ഉത്തവരെ പൗത്തവരെ, ഈ ലോകത്തെ മാതിപ്പഴും ഉത്തവരെ പൗത്തവരെ, സനത്ത് ഹബിക്കരു മുത്തിനബിക്കൊരു പൂമകളെ മുത്തും പാവി ഉള്ളവരെ, മുത്തിനബിക്കൊരു പൂമകളെ മുത്തും പാവിളമോ ഉള്ളവരെ, ചത്തിരപ്പത്തളം മാറ്റുന്ന ദീനീയ മുത്തക്കിയ മകളെ, ദീനീയ മുത്തക്കിയ മകളെ, പത്തത്തറ മാറ്റി മുത്തിനബിക്കൊരു പിറന്നവരെ, മുത്തിനബിക്കൊരു പിറന്നവരെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. കഥ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും മായാവിയുടെയും ഡോറയുടെയും കഥയാണ്. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, അതെല്ലാം വെറും കെട്ടുകഥകളാണ്. അതൊന്നും നമ്മൾ കാണരുത്. ഞാൻ പറയാൻ പോകുന്ന ശരിക്കും നടന്ന കഥയാണ്. മുത്തുനബിയുടെ കാലത്ത് നടന്ന കഥയാണ്. എന്നാൽ കഥ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട സഹാബിയായ സഫീന റളിയല്ലാഹു അൻഹ. സഫീന എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? കപ്പൽ. അതെ, ഈ സഹാബിയുടെ കൂടെ പോകുമ്പോൾ മുത്തുനബിയുടെ ലഗേജുകളെല്ലാം തലയിൽ വെച്ച് ഒറ്റക്ക് ചുമന്ന് പോകുമായിരുന്നു. അതുകൊണ്ട് ഈ സഹാബിക്ക് കപ്പൽ എന്ന് അർത്ഥം വന്നത്. നല്ല ഒത്തുപേര് തന്നെ അല്ലേ കൂട്ടുകാരെ? നമ്മൾ കഥയിലോട്ട് തിരിച്ചു വരാം. ഒരു കഥയിലോട്ട് തിരിച്ചു വരാം. യാത്രാ സംഘത്തിൽ ഒറ്റപ്പെട്ടുപോയി. വൈകിട്ട് യാത്ര ഒരു വനത്തിലാണ് എത്തിയത്. ഘോരവനം. പേടിപ്പൊരിക്കുന്ന ശബ്ദങ്ങൾ, കാട്ടാനകളുടെ ചിഹ്നം വിളിയും കുറുക്കൻ്റെ ഓളിടലും. പേടിച്ചു. പെട്ടെന്ന് അത് സംഭവിച്ചു. ഒരു വലിയ സിംഹം വായം പൊളിച്ച് സഹാബിയുടെ മുന്നിൽ ഗർന്ന് പറഞ്ഞു. സഹാബി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, തൊട്ടു പോകരുതേ, ഞാൻ മുത്തുനബിയുടേതാണ്. ഇത് കേട്ട സിംഹം ഒരു പൂച്ചക്കുട്ടിയെ പോൽ പാവമായി. അത് മാത്രമല്ല, സഹാബിയുടെ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു. ഇതിന് നിങ്ങൾക്കെന്താ മനസ്സിലായത്? കാട്ടുമൃഗങ്ങൾക്കും പോലും മുത്തുനബിയെ അറിയാം. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ മിസ്സുമാരെ, എൻ്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എത്തിയ മക്കളെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ ലാളിക്കരുതെന്ന് പറഞ്ഞവരാണ് കാരുണ്യത്തിൽ നിർഗണമായ നമ്മുടെ മുത്തുനബി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറ് നിറക്കരുതെന്ന് മുത്തുനബി അരുൾ ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെ. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من ولدي ووالدي والناس أجمعين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളവിട്ട് സ്നേഹിക്കണം പോരാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യനുസരിച്ച് ജീവിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൂ. മുത്തുനബിയെ സ്നേഹിക്കാനും അവരുടെ ചര്യനുസരിച്ച് ജീവിക്കാനും മഹ്ശറിൽ നിന്ന് ഹാവൽ കൗസർ വാങ്ങി കുടിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ച് എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. മദീനത്തെ എന്റെ കവിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ് റസൂലിനെ മാടി വിളിച്ചു കണ്ടു. മൈദഭൂമിയിലൊന്നു ചെല്ലണം പുതിയും കൊണ്ട് മനം ഏറെ കരഞ്ഞാൽ മധുര സ്നേഹം ഉണഞ്ഞാൽ മദദിനായൊരു മധുകാൻ ഞാൻ മൂനണ്ടേ മദീനാനെ മദദ് പലരും പറഞ്ഞാലേ മഹബത്ത് ണ്ട് തൊയ്വമിനാരത്തിൻ ചിത്രങ്ങളിൽ തുക്കിന കാണവേ കനയിലൊരു കാത്തിടവേ തേമലറുവൻ മണ്ണന്റെ കവിൽ ചുണ്ടു ചേർത്തൊരു the final messenger, the final
കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടമല്ല കഥ ആമയ മോയന്റെ കഥ മെല്ല നിങ്ങൾക്ക് ആരുടെ കഥയാണ് നമ്മളുടെ നബിയുടെ കഥയാണ് എന്റെ കഥനെ മേലെ ദയാലുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയായിരുന്നു. അപ്പോ ഒരു വീടിന്റെ മുമ്പിൽ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്ന ഒരു മാനിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഉടനെ മാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്നു, എൻ്റെ കുട്ടികൾ വിശന്ന് കരയും, ഞാൻ പോയി പാൽ കൊടുത്ത് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. പാൽ കൊടുത്ത ഉടനെ മാന് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. വീട്ടുകാരുടെ മാനിനെ മേടിച്ച് സന്തോഷത്തോടെ മാന് കാട്ടിലേക്ക് ഓടിച്ചെന്നു. കണ്ടില്ല കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജീവികളോടും ദയ കാണിച്ച് നമ്മളും എല്ലാ ജീവികളോടും ദയ കാണിക്കണം. ഞാൻ ഇത്ര പറഞ്ഞ് എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب أخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذين لهم ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنات ثم يتوبوا فلهم الجنة ولهم عذاب أليم إن من عامل الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن البطش بك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود في لوح محفوظ صدق الله. السلام عليكم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان لا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض والله للأنام. صدق الله العظيم. السلام عليكم. السلام عليكم. معشر بي سدنا من بالمانم تهتلو إن محبوب مت رسول പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരന്ന കാലം
കാഫിയൻ താളത്തിനൊത്തു കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസറബിയെ സുദിനം അമ്പിളി മാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്തു റസൂല് പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്തു റസൂലിനെ ഒത്തിയറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിന് വിത്തുമുളട്ടി ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞത് മുത്തു റസൂലിനെ ഒത്തിയറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിന് വിത്തുമുളട്ടി ത്യാഗം ചെയ്തൊരു പൂമുത്ത്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. മാസറബിയൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്തു റസൂല് പിറന്നാളാണല്ലോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിലാവുള്ള രാത്രിയിൽ നിശബ്ദമാം നേത്രയിൽ വരണമെൻ തോഹ കനവില റാഹ. നിലാവുള്ള രാത്രിയിൽ നിശബ്ദമാം നേത്രയിൽ വരണമെൻ തോഹ കനവില റാഹ. കഥനങ്ങളേറെയാം കൽബുള്ളിൽ മോഹമായി ഹബീബന്റെ ചാരെ വന്നാൽ തീരുമെന്റെ വേദന. തരുകുമോ യാ നബി കരം തരൂ യാ നബി ഷഫീന സയ്യിദി ത്വാഹ യാസീൻ നബി. മദീനയിൽ പോകണം മനം നൊന്ത് പാടണം. മെഹബൂബ് ത്വയ്യിബ നാട്ടിൽ അവസാനമാകണം. മദീനയിൽ പോകണം മനം നൊന്ത് പാടണം. മെഹബൂബ് ത്വയ്യിബ നാട്ടിൽ അവസാനമാകണം. തഴുകുമോ യാ നബി കരം തരൂ യാ നബി ഷഫീന സയ്യിദി ത്വാഹ യാസീൻ നബി. സലാത്തുകളും സദാ ഇഷ്കിമായി ഞാനിതാ അറിഞ്ഞിതൊന്ന് കേട്ടുവെന്നാൽ തീരുമെന്റെ യാചന. സലാത്തുകളും സദാ ഇഷ്കിമായി ഞാനിതാ അറിഞ്ഞിതൊന്ന് കേട്ടുവെന്നാൽ തീരുമെന്റെ യാചന. തരുകുമോ യാ നബി കരം തരൂ യാ നബി ഷഫീന സയ്യിദി ത്വാഹ യാസീൻ നബി. നിലാവുള്ള രാത്രിയിൽ വിശബ്ദമാം നിദ്രയിൽ വരണമെൻ ത്വാഹ കനവില റാഹ. മദീനത്ത് മയങ്ങുന്ന മരതമായി വിളങ്ങുന്ന മുഹമ്മദ് റസൂലെ സലാം അലൈക സലാം അലൈക. കവർന്നൊരു കരീവിന്റെ പൊരുളോ മുഹമ്മദ് റസൂലെ സലാം അലൈക സലാം അലൈക സലാം അലൈക. മദീനത്ത് 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 മയം മരതമമായി വിളങ്ങുന്ന മുഹമ്മദ് റസൂലെ സലാം അലൈക സലാം അലൈക റസൂലെ സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ് റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ്. മദീനത്തുമയങ്ങുന്ന മരതമമായി വിളങ്ങുന്ന മുഹമ്മദ് റസൂലെ സലാം അലൈക റസൂൽ സലാം അലൈക. بالقطب رباني والغوث سمداني
കഥയായിട്ടോ. ഒരു ദിവസം ഒരു വല്യമ്മ വിറക് ഇങ്ങനെ തോളിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ മുത്തുനബി വല്യമ്മനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി തരാം. അപ്പൊ വല്യമ്മ പറഞ്ഞു, ആ മോനെ. അപ്പൊ വല്യമ്മ മുത്തുനബിക്ക് വിറക് തോളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് വല്യമ്മനെ വീട്ടിലെത്തി. അപ്പൊ മുത്തുനബി പോകുമ്പോ വല്യമ്മ പറഞ്ഞു, മുഹമ്മദ് എന്നൊരു സ്ത്രീ പുരുഷനുണ്ടോ, അവന്റെ കൂടെ നീ കൂടരുതേ. അപ്പൊ മുത്തുനബിക്ക് സന്തോഷായി, ചിരിച്ചു. അപ്പോൾ മുത്തുനബി പറഞ്ഞു, വല്യമ്മ, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ്. അപ്പൊ വല്യമ്മ ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി. അസ്സലാമു അലൈക്കും. അല്ലാഹ് 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 അല്ലാഹ്. റൗള ശരീഫിലെ രാജാവോരെ ത്വഹ റസൂലായി ആണെന്നെ വേരെ. റൗള ശരീഫിലെ
അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ മുത്തുനബിയും സ്വഹാബികളും ഒരു സദസ്സിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ മുത്തുനബി എണീറ്റ് നിന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് എണീറ്റ് നിന്നത്? അത് ഒരു ദൂതന്റെ മയ്യത്തല്ലേ? അപ്പോൾ മുത്തുനബി പറഞ്ഞു, ജൂതനാണെങ്കിലും അയാളും ഒരു മനുഷ്യനല്ലേ? പ്രിയ കൂട്ടുകാരെ, മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വില നൽകുന്ന ആളായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان من خلق من ماء دافق أخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر وما له من قوة ولا ناصر والسماء ذات الرجل والأرض ذات الصدع إنه يكون منفصل وما هو بالأرض إنهم يكيدون كيدا فأكيد كيدا ومهد الكافرين أنهم رويدا. സഹപാഠികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഏടുകളിൽ നിന്ന് അല്പം മാത്രമേ പറയാൻ കഴിയൂ. ഈയിടെ 5 നേരത്തെ നിസ്കാരം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ. നാളെ മനുഷ്യരിൽ വെച്ച് ആദ്യമായി മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം നിസ്കരിച്ചോ എന്നാണ്. മുസ്ലിങ്ങളും മറ്റു മനുഷ്യരും അന്തരം തമ്മിലുള്ള നിസ്കാരമാണ്. കേരളം എന്ന് പറയട്ടെ, ചിലർക്ക് തീരെ താല്പര്യമില്ല. ഈ പുണ്യസുഖിക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിസ്കാരം മുറുകെ പിടിക്കുക. കേൾക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മിയും അംദും സലാത്തും നൽസലാമും മുന്നേ ബിനഫീസത്തുമായ ഞാൻ തുടങ്ങിയിടുന്നു ജിഗറന്നാമിക്കുവാൻ അരികോരിയും സലാത്തെ ജിസലാമും മാജിദേനി സൽസദീബിനത്തെ അക്രമുൽ കറമായ താമൗനത്തെ ഹദവാനിക
അസീസത്തിൽ റോളി അല്ലാ കരുണക്കാരോ കണക്റ്റീടല്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മദീനത്ത് മയങ്ങും അനതകരായി വിളങ്ങും മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനീവിന്റെ പൊരുളുകൊരു മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മദീനത്ത് മയങ്ങുന്ന മരതകര വിളങ്ങും മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനീവിന്റെ പൊരുൾക്കൊരു മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ് റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ്. മനസ്സകം മദീനത്ത് 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 മയങ്ങും മരതകരായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനീവിന്റെ പൊരുൾക്കൊരു മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഖുർആനിൽ അലി അല്ലാഹുമ്മ ജഅൽ ഖുർആനിൽ അലി റബിയ ഖുലൂബിനാ വ അസ്വാലിനാ വശിഫാ സുദൂരിനാ വ അസ്വാലിയാ وذهب مؤمنا ومؤمنا وسائقنا يا ذي الجنات النعيم. ഞാൻ صديقنا صالحين آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഹമ്മുമാ കമാ റബ്ബയാനി സ്വൈറാ. ഞങ്ങളെ നല്ല കുട്ടിയാക്കണേ. ഞങ്ങൾ ഖുർആനും കുറച്ച് നോട്ടിയാക്കണേ. അമീൻ അമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد رب صل عليه وسلم.